നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം എല്ലാവർക്കും 2000 രൂപ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലെ ചെറുകിട നാമമാത്ര കർഷകർക്ക് തുക വിതരണം മാർച്ച് മാസം 13-ാം തീയതി വെള്ളിയാഴ്ച നടത്തപ്പെടുകയാണ്. പ്രധാനമന്ത്രി ആസാം സന്ദർശിക്കുന്ന വേളയിൽ വിവിധ പദ്ധതികളുടെ വിതരണങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 6 മണിയോടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. വിതരണവുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. 25 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് ധനസഹായമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആനുകൂല്യം ലഭിക്കാത്തവർക്ക് ഈ പ്രാവശ്യം ലഭിക്കുക 4000 രൂപ വരെയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പറ്റുമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം മറ്റൊന്നുമല്ല, ആധാർ, ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ലാൻഡ് സീഡിങ്, ഇലക്ട്രോണിക് KYC തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള സജീവ ഗുണഭോക്താക്കൾക്കാണ് സഹായം ലഭിക്കുക. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റാറ്റസ് പരിശോധിച്ച് ഇക്കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. എല്ലാവരും ഈ കാര്യങ്ങൾ പരിശോധിക്കുക. അതിനുശേഷം ഈ എല്ലാ കാര്യങ്ങളും ശരിയാണെങ്കിൽ നമുക്ക് ഒരു തടസ്സവുമില്ല, ആനുകൂല്യം ലഭിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അതിനുശേഷം നമുക്ക് മുടങ്ങിയ ഗഡുക്കൾ ഉൾപ്പെടെ പിന്നീട് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നാളിതുവരെയായിട്ട് 42,000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഈ ഗഡു കൂടി ആകുമ്പോൾ 44,000 രൂപയിലേക്ക് അതെത്തും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കർഷകർക്ക് പെൻഷൻ ലഭിക്കുന്ന മറ്റൊരു പദ്ധതി, കിസാൻ മൻധൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. 3000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക. 60 വയസ്സ് കഴിയുമ്പോൾ മുതൽ പെൻഷൻ തുടങ്ങും. പക്ഷേ അതിന് നമ്മൾ പ്രത്യേക രജിസ്ട്രേഷൻ, അതോടൊപ്പം തന്നെ നമ്മളൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലായതുകൊണ്ട് അംശാദായവും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. കോമൺ സർവീസ് സെൻ്ററുകൾ വഴി പദ്ധതിയിൽ ചേരാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ അവസരമുള്ളൂ. 55 രൂപ മുതൽ 200 രൂപ വരെയാണ് മാക്സിമം അംശാദായം ഇതിലേക്ക് അടയ്ക്കേണ്ടത്. ഇതെല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ മുടങ്ങാതെ അടച്ചു കഴിഞ്ഞാൽ 60-ാം വയസ്സ് മുതൽ നമുക്ക് 3000 രൂപ സുനിശ്ചിത പെൻഷനാണ് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നത്. നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക്, അതായത് അംശാദായത്തിന് തുല്യവിഹിതം തന്നെ കേന്ദ്ര സർക്കാർ നമ്മളുടെ പേര് നിക്ഷേപിക്കുകയാണ്. പിന്നീട് അതാണ് ചേർത്ത് 3000 രൂപയായിട്ട് പ്രതിമാസം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ പേര് കിസാൻ മൻധൻ യോജന എന്നാണ്. കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ബാങ്ക് അക്കൗണ്ട്, ആധാർ, സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ, നോമിനി ഡീറ്റെയിൽസ് ഒക്കെ നൽകി ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ആധാർ കാർഡുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ആധാർ കാർഡുകൾ പുതുക്കേണ്ട സമയമാണിപ്പോൾ. ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നിർബന്ധമാക്കുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട്. അതായത് 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കാലയളവിൽ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിവിധ സർട്ടിഫിക്കറ്റുകൾ, സ്കോളർഷിപ്പുകൾ, മത്സര പരീക്ഷകൾ ഇവയ്ക്കെല്ലാം തന്നെ അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡുകളാണ് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ രേഖകളിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ തടസ്സപ്പെട്ടേക്കാം. ഇനി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ അതിലേക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവാതെ വന്നേക്കാം. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധിയിൽ ഉൾപ്പെടുന്നവർ തീർച്ചയായിട്ടും ബയോമെട്രിക് അപ്ഡേഷൻ കൂടി നടത്തി ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.